പ്രിയമുള്ളവരെ, ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം, പ്രസാദപര മാതാവേ, പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിലും ശനിയാഴ്ച പ്രാർത്ഥനകളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് നടക്കുന്ന ആരാധനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. 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 പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, മെയ് 1-ാം തീയതി മുതൽ കൃപാസനത്തിലെ ഈ ലോക്ക്ഡൗൺ സമയത്ത് ജനങ്ങൾക്ക് ആശ്വാസവും സന്ധിപ്പും ലഭിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഓൺലൈൻ ഉടമ്പടി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 2500ഓളം പേര് ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ദേശത്ത് നിന്നും ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ഉടമ്പടി അങ്ങനെ ചെയ്ത സഹോദരങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെയും ഇപ്പോഴും ആരാധനയിലെ പരിശുദ്ധ അമ്മ വഴി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ. കൃപാസനത്തിലെ തിങ്കളാഴ്ച ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. 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 പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കൃപാസനത്തിൽ മെയ് 1-ാം തീയതി മുതൽ പരിശുദ്ധ അമ്മയുടെ വണക്കമാസ പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ട്. തത്സമയം ഒത്തിരിയേറെ സഹോദരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ 15,000 പേര് വണക്കമാസ പ്രാർത്ഥനയിൽ തത്സമയം പങ്കെടുത്തിട്ടുണ്ട്. അവരാ പങ്കെടുക്കുന്ന സമയത്തെല്ലാം പ്രാർത്ഥന ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും 5 മണിക്കാണ് വണക്ക പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഇപ്പോഴ് വണക്ക പ്രാർത്ഥനയിൽ ഈ 4 ദിവസം പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥനകളെ അച്ഛൻ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ആരാധനയ്ക്ക് സമർപ്പിക്കുകയാണ്. അതോടുകൂടി പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. ചൊവ്വാഴ്ചകളിലെ കൃപാസനം ഉടമ്പടി ധ്യാനത്തിലെ ആരാധനയിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം.
അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഹോദരങ്ങളെ, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛന് വചനം കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഞാൻ എന്നിലൂടെ ഈശോ പറയുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കണം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഇരുട്ടിൻ്റെ പ്രകാശമായി മാറണം. ഈ ധ്യാന ശുശ്രൂഷ, ആരാധന, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരം ലഘുവായി മാറണം. നിങ്ങളുടെ കണ്ണുനീര് തുടക്കപ്പെടണം. നിങ്ങൾ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശക്തിമത്തായ സാക്ഷി നൽകാൻ വേണ്ടി സ്വർഗത്തിൻ്റെ ഉപകരണമാകണം. കർത്താവിനെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി മിനിമം ശുശ്രൂഷകർ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഗാന ശുശ്രൂഷകർ, ഇവിടെ ക്യാമറ ചെയ്യുന്ന സഹോദരങ്ങൾ, അതുപോലെ തന്നെ മീഡിയ റൂമിൽ ഇരുന്ന് സൗണ്ട് ചെയ്യുന്നവർ, അതുപോലെ തന്നെ അവിടെ സ്വിച്ച് ചെയ്യുന്നവർ, കർത്താവിൻ്റെ വചനം ആ സമയത്ത് ഇടുന്നവർ, അങ്ങനെ അവരെല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവർക്ക് ലഭിക്കാൻ, അവർ സ്വർഗത്തിൻ്റെ ഉപകരണമായി രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് ആവശ്യിക്കാൻ വേണ്ടി ലോകം മുഴുവനുള്ള ആൾക്കാർ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിലും നമ്മുടെ രാജ്യത്തിന് പുറത്തും ഇപ്പോഴും ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പരിശുദ്ധ അമ്മ അവരുടെ എല്ലാം മുഖം പരിശോധിച്ച് അവിടെ കണ്ണുനീര് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വെച്ച് ഈ ആരാധന ഒരു മഹാ ആശ്വാസമായി മാറാൻ വേണ്ടി എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളുടെ മേലും കർത്താവിൻ്റെ കാരുണ്യമുണ്ടായി ആത്മാവിലും കൃപയിലും സുവിശേഷ സാക്ഷ്യങ്ങളിലും ജനത പുരോഗമിച്ച് വളരാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് മറിയാമ്മ വിൽസൺ. ഞാൻ കൊടച്ചനാട് സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചർച്ചിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. 2022 ഫെബ്രുവരി 7-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇത് എൻ്റെ 6ാമത്തെ ഉടമ്പടിയാണ്. 7ാമത്തെ ഉടമ്പടി അടുത്ത മാസം പുതുക്കണമെന്ന് ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസന അൾത്താരയിലെ 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യം എൻ്റെ ജീവിത പങ്കാളിയുടെ രോഗസൗഖ്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ലഭിച്ച
അനുഗ്രഹത്തെ ഞാൻ നന്ദി പറഞ്ഞതാണ്. രണ്ടാമത്തേതാണ് ഞാനിപ്പോൾ പറയാൻ ഇവിടെ നിൽക്കുന്നത്. ഇത് എൻ്റെ മകൾ മന്ന മേരി വിൽസൺ. എൻ്റെ മകൾ +2 പഠിക്കുമായിരുന്നു. +2 അവിടെ പരീക്ഷയുടെ സമയത്തൊക്കെയും 2025 അന്ന് മുതൽ ഫെബ്രുവരിയിൽ എടുത്ത ഉടമ്പടി അന്ന് മുതൽ എൻ്റെ കൂടെ തന്നെ എനിക്ക് 2 പെൺമക്കളാണ്. മൂത്ത മകളെ തമിഴ്നാട്ടിൽ BSc നേഴ്സിങ്ങിന് പഠിക്കുന്നു. ആ സമയം അന്ന് മുതൽ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും എന്നോടൊപ്പം തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ എഴുന്നേൽക്കുകയും അതുപോലെ സായാഹ്ന പ്രാർത്ഥനയിലും അതുപോലെ ധ്യാനത്തിലും എല്ലാം പങ്കെടുക്കുന്ന വ്യക്തികളായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി പത്രം കൊടുക്കുന്നതിലും എന്നെക്കാളും കൂടുതൽ തീക്ഷ്ണതയോടെ അവരായിരുന്നു അതിന് മുൻഗണന എടുത്തിരുന്നത്. അങ്ങനെ ഒരു ഉടമ്പടിയിൽ കൂടെ തന്നെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ് എൻ്റേത്. ജീവിത പങ്കാളിയാൽ ഞങ്ങൾ 4 പേരും ഉടമ്പടിയിൽ തന്നെ പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ്. അങ്ങനെ എൻ്റെ മകൾ +2 ഞാൻ 6ാമത്തെ ഉടമ്പടി, ഞാനിവിടെ ഉടമ്പടി നിയോഗങ്ങൾ എഴുതിയിടുമ്പോൾ പ്രത്യേകിച്ച് ഭൗതിക നേട്ടങ്ങളെക്കുറിച്ച് ഞാൻ എഴുതാറില്ല. കാരണം എനിക്കറിയാമായിരുന്നു, ദൈവം അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ മുന്നിൽ വർത്തിക്കുക, കുറ്റമറ്റവനായിട്ട് ജീവിക്കുക എന്ന ആ വചനം എൻ്റെ ഹൃദയത്തിൽ എന്നും ഉള്ളത് കൊണ്ട് ഞാനങ്ങനെ ഭൗതിക നേട്ടങ്ങളെക്കുറിച്ച് എഴുതത്തില്ല. അതല്ലേ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ അതെല്ലാം ദൈവം എനിക്ക് പുറകാലെ തരും എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ എഴുതിയിടുന്ന നിയോഗം ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ കൃപ തരണമേ. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കരം പിടിച്ച് ഓരോ പ്രഭാതം മുതൽ വൈകിട്ട് വരെ നടക്കാനുള്ള കൃപ തരണമേ. എൻ്റെ വായ്ക്കൊരു കാവൽക്കാരനെ, അതിരങ്ങൾക്കൊരു സൂക്ഷിപ്പുകാരനെ നിയമിക്കണമേ. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ. അതുകൊണ്ട് എൻ്റെ സ്വഭാവത്തിലാണ് ഏറ്റവും പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ച് മാറ്റം വരുത്തിയത്. അതുപോലെ എൻ്റെ കുഞ്ഞ് 6ാമത്തെ നിയോഗം പുതിയപ്പോൾ ഞാൻ എഴുതിയിട്ടു, എൻ്റെ കുഞ്ഞിന് നല്ല മാർക്ക് കിട്ടി, പരിശുദ്ധ അമ്മേ നല്ലൊരു സ്ഥാപനത്തിൽ പഠിക്കാനുള്ള കൃപ അമ്മ ചൊരിഞ്ഞ് തരണേന്ന്. കാരണം എന്നും അവർ ദൈവസന്നിധിയെ കൈകൂപ്പി പ്രാർത്ഥിച്ചവരായതുകൊണ്ട് ദൈവത്തെ അറിയുന്ന ഒരു സ്ഥാപനം തന്നെ ഇവർക്ക് തുടർന്ന് പഠിക്കാൻ കിട്ടണേന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. മനസ്സും കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, പരിശുദ്ധ അമ്മയോട് എപ്പോഴും ഉറക്കെ പറഞ്ഞില്ലേലും. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞ് +2 പരീക്ഷ എഴുതാൻ പോയ സമയത്തൊക്കെ ഈ പ്രാവശ്യം സഹോദരങ്ങൾക്കെല്ലാം അറിയാം, കെമിസ്ട്രി വളരെ പ്രയാസമായിരുന്നു വിഷയം. ആ സമയത്ത് എല്ലാ പരീക്ഷയ്ക്കും എൻ്റെ കുഞ്ഞിന് ഞാൻ ഉടമ്പടി തൈലം നെറ്റി തേച്ച് വിടുകയും ഉടമ്പടി കാശ് രൂപം കൊടുത്തുവിടുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ എന്നും പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവർ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിന് +2 നല്ല മാർക്ക് ലഭിച്ച പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ പഠിക്കാനുള്ള വലിയൊരു അനുഗ്രഹം അമ്മയുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്ത് അനുഗ്രഹിച്ചു. ഞങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരിടത്ത് കിട്ടുമെന്ന്. കാരണം അതുപോലെ അവിടെ എല്ലാവർക്കും അറിയാം, അവിടെ നല്ല 100 മാർക്കാണ് അവിടെ എല്ലാം കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ എൻ്റെ കുഞ്ഞിനമ്മ നല്ല മാർക്ക് നൽകി അമ്മ അവിടെ പഠിക്കാനുള്ള അഡ്മിഷൻ അവൾക്ക് കൊടുത്ത് അവളെ അനുഗ്രഹിച്ചു. ഇത് വലിയൊരു ദൈവ അനുഭവമായിരുന്നു. 2ാമത്തെ എൻ്റെ സാക്ഷ്യമായിരുന്നു, ഞങ്ങളുടെ കുടുംബമായിട്ട് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. എല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മുക, ഇങ്ങനെ ചൊറിച്ചില്ല, ഇങ്ങനെയുള്ള ഒരു അസുഖം. അത് പൂർണ്ണമായിട്ട് മാറിയില്ല, എന്നാലും ഒത്തിരി ശമനം കിട്ടി. അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. 3ാമത് അതുപോലെ തന്നെ ചെവി എൻ്റെ അടയുന്ന ഈ അലർജിയുടെ ഭാഗമായിട്ട് ചെവി അടഞ്ഞിരിക്കും. കുഞ്ഞുങ്ങൾ പറയുന്ന പോലും എനിക്ക് ചിലപ്പോൾ രാവിലെയൊക്കെ കേൾക്കാൻ വയ്യ. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ സംസാരം കേൾക്കണ്ട, പക്ഷേ നമ്മുടെ ധ്യാനം ജോസഫ് അച്ഛൻ്റെ എനിക്ക് കേൾക്കണം. അതുപോലെ ദൈവവചനങ്ങൾ കേൾക്കാനും മൊബൈലിൽ ചെവിയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ ചെവിയുടെ അടപ്പ് മാറി പൂർണ്ണ സൗഖ്യം അമ്മ തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ ഒരു ഇതായിരുന്നു ഉപ്പൂറ്റി വേദന. 2 വർഷത്തോളം എനിക്ക് ഉപ്പൂറ്റിക്ക് വേദനയായിരുന്നു. കാല് നിലത്തോട്ട് എഴുന്നേൽക്കുമ്പോൾ കുത്താൻ വയ്യ, വടി വരെ എടുക്കേണ്ട അവസ്ഥയെത്തി. പക്ഷേ അന്നേരം എല്ലാം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം തേച്ച് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് പ്രാർത്ഥിച്ച, അമ്മേ ഞാനിങ്ങനെ വടിയേലായാൽ എങ്ങനെ അമ്മയുടെ പ്രാർത്ഥന, ഞാനും അമ്മയും കൂടെ അതുപോലൊരു ആത്മാർത്ഥ ബന്ധത്തിലേക്ക് വളർന്നു. പഴയ നിയമത്തിൽ രൂത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, 1:16 പറയുന്നുണ്ട്, രൂത്തിൻ്റെ അമ്മായിയമ്മയായിരുന്നു നവോമി പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ വിട്ട് പോകണം, മക്കൾ 2 പേരും മരിച്ചു പോയപ്പോൾ. പക്ഷേ രൂത്ത് നവോമിയോട് പറയുന്നുണ്ട്, അമ്മയെ വിട്ടു പോകാനും എന്നോട് മടങ്ങി പോകാൻ പറയരുതേ, അമ്മ എവിടെ പോകുന്നോ ഞാൻ അവിടെ വരും, അമ്മ എവിടെ പാർക്കുന്നോ ഞാൻ അവിടെ പാർക്കും, അമ്മയുടെ ദൈവം എൻ്റെ ദൈവം, മരണത്താലല്ലാതെ ഞാൻ അമ്മയെ വിട്ടുപിരിയത്തില്ലെന്ന് പറയുന്ന വളരെ വളരെ പ്രസക്തമായ ഒരു ഭാഗം. അത് ഞാൻ പരിശുദ്ധ അമ്മയോട് എപ്പോഴും അമ്മയുടെ മുഖത്ത് നോക്കി, അമ്മ നവോമിയാന്നേ ഞാൻ രൂത്ത അങ്ങനെ പറയുമായിരുന്നു. കാരണം മരണത്താലല്ലാതെ ഇനി അമ്മയിൽ നിന്നും വിട്ടുപിരിയാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ലായിരുന്നു. അതുപോലെ എനിക്കൊരു വലിയ ദൈവ അനുഭവം ഉണ്ടായ ഒരു സന്ദർഭമാണ്. ഞങ്ങൾ ഓർത്തഡോക്സ് സഭാ വിശ്വാസികളാണ്. വിശുദ്ധ കുർബാന കൊള്ളുമ്പോൾ വെള്ളം അതിരാവിലെ വല്ലതും ഇച്ചിരി തൊണ്ട നനയാൻ കുടിക്കുക, അല്ലാതെ ആഹാര സാധനങ്ങൾ കഴിക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ഞാനൊരു ദിവസം ഇതുപോലെ കൂസോയെ പ്രാപിച്ച് കുർബാന കൊണ്ടിട്ട് വീട്ടിൽ ഞങ്ങൾക്ക് ബസ്സിന് വരണം, ദൂരമുണ്ട്.
എന്നാലും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. ഞാനിതുപോലെ അയ്യോ വീട്ടിൽ വന്നിട്ട് ചായ കുടിക്കുക, ഈ ഒരു ആർത്തിയോടെ എനിക്ക് വിശപ്പും ദാഹവും എല്ലാം ഉണ്ട്. ഞാൻ ഓടി ഇങ്ങോട്ട് മടങ്ങി പള്ളിയിൽ കുർബാന കൊണ്ടിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മലങ്കര കത്തോലിക്ക ഒരു കുരിശുമൂട്ടി വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപമായിരുന്നു. അന്നേരം അവിടെ നിന്ന് ഇങ്ങോട്ട് കവർ ചെയ്തപ്പോൾ എന്നെ ആരോ പുറകിൽ നിന്നുകൊണ്ട് എൻ്റെ ചെവി നിന്ന് പറയുന്നു പുറമോട്ട് നോക്കുന്നു. ഞാൻ അന്നേരം ഓർത്ത് പുറമോട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം പുറമോട്ട് നോക്കി. ഞാൻ ഓർത്ത് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ആരാണ്ട് കാറും കൊണ്ട് വല്ലതും വരുന്നതായിരിക്കും, വീട്ടിലോട്ട് പോകുന്ന ഭാഗത്താണ് എന്നെയും കൂടെ കയറ്റിക്കൊണ്ട് പോകലും. പിന്നെയും ഞാൻ നടന്ന് കണ്ടില്ല. രണ്ടാമത് വീണ്ടും 2 സ്റ്റെപ്പ് വെച്ചപ്പോൾ വീണ്ടും പറയും പുറമോട്ട് നോക്കുന്നു. ഞാൻ വീണ്ടും പുറമോട്ട് നോക്കുമ്പോൾ പിന്നെ ആരെയും കണ്ടില്ല. എന്നാൽ കുരിശുമൂട്ടിലോട്ട് നോക്കുന്നുമുണ്ട്. മൂന്നാമത് ഞാൻ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ നേരം എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ കാലവിടെ അങ്ങ് സ്ട്രൈക്ക് പോലെ ഇങ്ങനെ അങ്ങ് ആയിപ്പോയി. ഞാൻ എന്തോ എനിക്ക് പറ്റുന്നില്ല. ഞാൻ വീണ്ടും ആ കുരിശുമൂട്ടിലോട്ട് നോക്കാം. നനഞ്ഞു കുതിർന്ന 38 പത്രം ആദ്യം ഒത്തിരി പത്രമായിട്ടാണ് ഇരിക്കുന്നത് കണ്ട് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയി. അപ്പം അത്രയോ എൻ്റെ പരിശുദ്ധ അമ്മയുടെ പത്രം ഇത് ഇങ്ങനെ വെച്ച് നനഞ്ഞ് കുതിർന്നിരിക്കുന്നല്ലോ. എനിക്കറിയത്തില്ല ഒരു കുഞ്ഞിനെ നമ്മൾ എങ്ങനെ അതിനെ എടുക്കുന്നു. അതേ ലാഘവത്തോടാ ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് എൻ്റെ നെഞ്ചോട് ചേർത്ത്. അന്നേരം എൻ്റെ ദാഹവും പോയി, വിശപ്പും പോയി. ഞാൻ അവിടെ ഇന്നുകൊണ്ട് മാതാവിനെ നോക്കി പറയും പരിശുദ്ധ അമ്മേ ഇത് ആരിത് വെച്ചതെന്നും പറഞ്ഞ് ഞാൻ ആ പത്രം എടുത്തിട്ട് ആദ്യം ഞാൻ ഓർത്തിയോ ഇത്രയും പത്രം കൊണ്ട് ഞാൻ എങ്ങനെ ബസ്സേ കയറും, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് ഞാൻ പതുക്കെ മുന്നോട്ട് നടന്ന് ആ പത്രം എടുത്തോണ്ട്. അന്നേരം എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ തന്നെ പെട്ടെന്ന് വണ്ടിയും കൊണ്ട് സ്കൂട്ടറും കൊണ്ടുവന്ന് എന്നെ കയറ്റി ഞങ്ങളുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് അവൻ എന്നെ നിർത്തി. ഞാൻ ആ പത്രം വിശപ്പോ ദാഹം ഒന്നും അന്നേരം എനിക്ക് അനുഭവപ്പെട്ടില്ല. ഞാൻ ആ പത്രം എടുത്ത് പായെടുത്ത്. അന്നേരം എൻ്റെ ഈ മോൾ അവിടെ ഉണ്ട്. മോളും എന്നോട് ചോദിക്കും അമ്മ ഈ പത്രം ഇത്രയും പത്രം എന്തോ ചെയ്യും? ഞാൻ പറഞ്ഞു അല്ല മോനെ ഇതെല്ലാം നനഞ്ഞത് വലിയോ? ഞാൻ പറഞ്ഞു അല്ല നമുക്കൊരു വിദ്യ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ പായെടുത്ത് നേരത്തെ ടെറസിൻ്റെ പുറത്ത് കൊണ്ടുപോയി ഇതെല്ലാം ഉണക്കി. ഞാൻ അവിടെ തന്നെ ഇന്ന് കാറ്റത്ത് പറന്നു പോകാതിരിക്കാൻ അത് അയലെല്ലാം ഇട്ട് ഉണക്കി. ഞാനും പിറ്റേന്ന് എൻ്റെ മോടെ കെമിസ്ട്രിയുടെ പരീക്ഷയായിരുന്നു +2ൻ്റെ. അതൊരു വലിയ അനുഭവമായിരുന്നു. എൻ്റെ കുഞ്ഞ് സ്കൂളിൽ നിന്ന് വരുന്നിടം വരെ ഞാൻ അവിടെ കൃപാസനത്തിൽ അന്ന് വന്ന് പിറ്റേന്ന് വന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങി, അവിടെ സ്കൂളിൻ്റെ അവിടെ ഇറങ്ങി. ആ മോളോട് പറഞ്ഞു മോനെ രാവിലെ പറഞ്ഞായിരുന്നു മോനെ നമുക്കിത് നടന്ന് മൈലുകൾ താണ്ടി ഇതെല്ലാം കൊടുക്കണം ഈ പത്രം. അവൾ പറയൂ ഇതെല്ലാം കൊടുത്തു തീർക്കാൻ നിൽക്കുമോ? ഞാൻ പറഞ്ഞു കൊടുക്കണം. അവൾ കെമിസ്ട്രിയുടെ പരീക്ഷ വൈകിട്ടായിരുന്നു, ഉച്ച മുതൽ അവൾ ഇറങ്ങി വന്ന് ഞാനും അവളും കൂടെ മൈലുകൾ താണ്ടി ആ പത്രം ഞങ്ങളുടെ അവിടുത്തെ വീടുകളിലെല്ലാം കൊടുത്തു. ദൂരമായിരുന്നു, ഒത്തിരി നടന്ന് വീടിനോട് അടുത്തപ്പോൾ ഞാൻ പറയോ മോള് ചായ പോലും കുടിച്ചില്ലയോ എന്ന് പറഞ്ഞു. അന്നേരമാണ് അവൾ എന്നോട് പറഞ്ഞു രാവിലെ മുതൽ അമ്മേ ഈ പത്രം കൊടുക്കേണ്ടിയോണ്ട് ഉപവാസമായിരുന്നു. ഉപവാസം എടുത്താൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ ഈ 2024 പഴയ പത്രം കൊടുക്കാൻ കൊണ്ട് ഞാൻ അവിടെ ഇടിവെട്ടിയതുപോലെ ഇരുന്ന്. കാരണം ഉച്ചയ്ക്കത്തെ പരീക്ഷ കെമിസ്ട്രിയുടെ മെയിൻ പരീക്ഷ ഇവൾ ഉപവാസം എടുത്ത് ദൈവമേ അമ്മേ ഇവക്കൊരു ഒരു തലകർക്കം പോലും കൊടുക്കാതെ അമ്മ ഇവളെ കാത്തല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കരഞ്ഞു പോയി. അതുപോലെ ഞങ്ങൾ എല്ലാ വർഷവും ജപമാല റാലിക്ക് വരുന്നുണ്ട്. 8 ദിവസത്തെ നോയമ്പ് നോറ്റാണ് ഞങ്ങൾ വരുന്നത്. അതുപോലെ തിരുവോസ്തി കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഓരോ പ്രാവശ്യം എന്നും കുർബാന കൊള്ളും കാണും ഞാൻ ജോസഫ് അച്ഛനെ. ഞങ്ങൾക്കെന്നും കുർബാനയില്ല, ഞങ്ങൾ ഓർത്തഡോക്സ് പള്ളിയിലായതുകൊണ്ട്. പക്ഷേ ഞാൻ എന്നും ഇവിടുത്തെ കുർബാന കാണുമ്പോൾ ഒന്നും ഓർക്കും തിരുവോസ്തി കഴിക്കാൻ ആഗ്രഹം. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ജപമാല റാലിക്ക് 8 ദിവസത്തെ നോയമ്പെടുത്ത് ഇവിടെ വന്നപ്പോഴേ ഇവിടെ അടുത്ത് കത്തോലിക്ക പള്ളി സ്കൂളിൽ കിടക്കാൻ പോയപ്പോൾ അവിടെ കുർബാന ഞാൻ അവിടെ ആളുകളോട് ചോദിച്ചു ഞാൻ 8 ദിവസത്തെ നോയമ്പ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് തിരുവോസ്തി കഴിക്കാൻ പറ്റുമോ? ഞങ്ങൾ കുമ്പസാരിച്ച്. അന്നേരം അവർ പറഞ്ഞ് 8 ദിവസത്തെ നോയമ്പ് നോക്കിയില്ലയോ മാതാവിനോടുള്ള നിങ്ങൾ വാന്നും പറഞ്ഞ് ഞങ്ങൾക്ക് തിരുവോസ്തി. അന്ന് ഞാൻ മുട്ടുമേന്ന് ആ പള്ളിയിൽ നിന്ന് ഇനി ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ലെന്ന്. കാരണം അത്ര ആഗ്രഹമായിരുന്നു തിരുവോസ്തി കഴിക്കാൻ, ഭക്ഷിക്കാനുള്ള ആഗ്രഹം. അത് ഞാനും കുഞ്ഞുങ്ങളും അത് ഭക്ഷിച്ചു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ. അതുപോലെ ദൈവവചനം ഞങ്ങൾ 5000-ഓളം വചനത്തോട് അടുക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ അറിവായ ആ സമയം മുതൽ ഞാൻ അവരെ ബുക്കിനകത്ത് ദൈവവചനങ്ങൾ എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ബൈഹാർട്ടായില്ലേലും എല്ലാം മുക്കാലും എല്ലാം ഞങ്ങൾ വായിച്ച മനഃപ്പാഠമാക്കി. 5000-ഓളം വചനങ്ങൾ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് പോലും ഉണ്ട്. ലാസ്റ്റിലത്തെ ബുക്ക് ചോദിച്ചാലോ ഒന്നും ചൊല്ലി അങ്ങനെ 5000-ഓളം വചനങ്ങൾ എഴുതി ഞാൻ അവരെ പഠിപ്പിച്ചു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ തന്നു. ഭൗതിക നേട്ടങ്ങളെക്കാട്ടിലും ഞാൻ ഒരിക്കലും ഇന്നത് വേണമെന്ന് അമ്മയോട് ആവശ്യപ്പെടാറില്ല. അമ്മ കണ്ടറിഞ്ഞ് തരും. കാരണം അമ്മ എന്നെ ഒത്തിരി മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ ആത്മീയമായിട്ട് ഉയരണേ എന്നാണ് ഞാൻ. അതുപോലെ ഒരു പാപം ചെയ്യുന്നത് ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസി സൺഡേ സ്കൂളും ഒക്കെ പഠിപ്പിച്ചൊക്കെ. പക്ഷേ എനിക്ക് ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തേ പിന്നാണ് പാപം എന്താണെന്ന് മനസ്സിലായത്. പ്രകടമായ പാപം ഞാൻ ചെറുപ്പത്തിലും ചെയ്തിട്ടില്ല.
പക്ഷേ ഇപ്പോഴാണ് എന്തൊക്കെയാണ് പാപ അവസ്ഥകളെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് എല്ലാ ധ്യാനവും കൂടാറുണ്ട്. അച്ഛൻ്റെ ധ്യാനം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അച്ഛൻ്റെ ധ്യാനം അച്ഛൻ മനസ്സിലാക്കി തരും നമുക്ക് എന്താണ് പാപമെന്ന്. ഇപ്പം ഞാൻ അതനുസരിച്ചാണ് ഒരു പാപം, ഒരു കളവ് ആരോടെങ്കിലും പറഞ്ഞാലും ഉള്ളംകാല് മുതൽ എനിക്കൊരു വൈദ്യുത പ്രവാഹം പോലൊരു അനുഭവം ഉണ്ടാകും. നീ പാപം ചെയ്തെന്നൊരവസ്ഥ എൻ്റെ ഉള്ളിലിരുന്ന് പറയും. ഉടനെ ഞാൻ പോയി, ഞങ്ങൾ ഓർത്തഡോക്സ് മനസ്താപ പ്രാർത്ഥനയൊന്നും ഞങ്ങൾക്കില്ല, പക്ഷേ ഇവിടുത്തെ മൊബൈലിൽ നോക്കി ഞാൻ ആ മനസ്താപ പ്രാർത്ഥന, ഇവിടുത്തെ കുർബാന പോലും ഞാൻ കാണാതെ പഠിച്ച വ്യക്തിയാണ്. അതുപോലെ ധ്യാനത്തിന് പാടുന്ന അഭിഷേകത്തിൻ്റെ പാട്ടുകൾ ജയേഷ് ബ്രദറൊക്കെ പാടുന്നു. ഞാൻ ഓരോന്നും ഡയറിയിൽ എഴുതിയെടുക്കും. അതെടുത്തിട്ട് അഭിഷേകം കൊണ്ട് ഞാൻ നിറഞ്ഞ് ഇങ്ങനെ പാടും. കാരണം ഞങ്ങൾക്ക് ഈ പാട്ടൊന്നും അറിയത്തില്ല, പക്ഷേ ഞാൻ അതെല്ലാം കാണാതെ എഴുതും. കുർബാന തന്നെ എനിക്കിങ്ങനെ മിണ്ടാതിരിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് കത്തോലിക്ക ഇവിടുത്തെ കുർബാന ഞാൻ അച്ഛൻ പറയുന്നതിൻ്റെ എല്ലാം പ്രതിവാക്യങ്ങളെല്ലാം കാണാതെ പഠിച്ച് അതെല്ലാം എനിക്കിപ്പോൾ അനുഗ്രഹത്തിൻ്റെ അങ്ങ് വർഷമായി. കാരണം ഭൗതിക അനുഗ്രഹങ്ങളല്ല, എനിക്കത് വേണ്ട, ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിത്യതയെന്ന് പറയുന്ന ഒന്ന് എന്താണെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കി തന്നു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ എനിക്ക് എല്ലാ സഹോദരങ്ങളോടും എനിക്ക് ഉടമ്പടിയിൽ നിന്നും പഠിക്കാൻ കിട്ടിയ ഒരു മോറൽ എന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മ നമ്മൾ ഓരോ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ അമ്മ നമുക്ക് സ്വർഗത്തിൽ ഒരു മുറിയുടെ ഓരോ ഇഷ്ടിക പണിയുകയാണെന്ന് മനസ്സിലായി. കാരണം ഞങ്ങൾക്കത് എപ്പോഴും ഒരു വാക്യമുണ്ട്, പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് കരകയറുന്ന ഒരു ഗോവേണിയായിട്ടാണ് ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭ അമ്മയെ വിശേഷിപ്പിക്കുന്നത്. അത് സത്യമായ കാര്യമെന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം നമ്മൾ ഓരോ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തികളും രോഗികളെ ചെന്ന് കാണുകയും അശരണയെ സഹായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അമ്മ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഓരോ മുറിയുടെ ഓരോ ഇഷ്ടിക അവിടെ ഇഞ്ഞ് പണിയുകയാണ്. നമ്മുടെ നിത്യതയിൽ എത്തിക്കഴിയുമ്പം നമ്മുടെ തിരുമാര് നമ്മളെ വിശ്രമിക്കാനായിട്ട് ആ മുറി കൊണ്ടു ചെല്ലുമ്പം പരിശുദ്ധ അമ്മ നമുക്ക് പണിത് തന്ന മുറിയിലാണ് നമ്മളെ ഇരുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത്രത്തോളം പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് തുറക്കപ്പെടുന്ന വാതിലാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു ഉടമ്പടി. അതുപോലെ നിങ്ങളെല്ലാവരും, അതുപോലെ തന്നെ ഞാനിവിടെ ജപമാല ചൊല്ലാനും സമ്പൂർണ്ണ ജപമാല ചൊല്ലാൻ ഞങ്ങളുടെ ഭവനത്തിലെല്ലാവരും ജപമാല പ്രഭാതത്തിൽ ചൊല്ലുകയും രാത്രി ചൊല്ലുകയും അതുപോലെ ഞായറാഴ്ച സമ്പൂർണ്ണ ജപമാല ചൊല്ലാനും എല്ലാം ജപമാലയിലൂടെയാണ്. ഏറ്റവും വലിയ ലോകത്തിൻ്റെ ആയുധം ജപമാലയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിവിടെ പോയാലും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കും. ഇങ്ങോട്ട് കയറി വന്നപ്പോഴും ഞാൻ പറയും, അമ്മേ എനിക്ക് രണ്ടാമത്തെ സാക്ഷിയൊക്കെ ആണെങ്കിലും എൻ്റെ നാവിലൂടെ അമ്മ സംസാരിക്കണേ, എനിക്കറിയത്തില്ല എന്തുവാ പറയുന്നത്. കാരണം ചിലപ്പോൾ ഒരു പേടി പോലെ തോന്നും, എന്നാലും അമ്മയെ ഞാൻ കൂട്ടുപിടിച്ചിട്ട് എല്ലായിടത്തും പോകത്തുള്ളൂ. അതുപോലെ എൻ്റെ വീട്ടിൽ പെമ്മക്കളെയും കൊണ്ടാണ് ഞാൻ ഓരോരുത്തടത്തും കുഞ്ഞിൻ്റെ അഡ്മിഷനും ഒക്കെ പോകുമ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മേ എനിക്ക് ആ കുഞ്ഞുങ്ങളില്ല, പക്ഷേ അമ്മയുടെ തിരുകുമാരനെ എനിക്ക് സഹായത്തിന് വിടണേ, എനിക്കൊരാൺതരി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അമ്മ ഈശോപ്പ എനിക്ക് വേണ്ടി ചെയ്തു തരണേ എന്ന് ഒരു തടസ്സങ്ങളുമില്ലാതെ അമ്മ ചെല്ലുന്നിടത്തും എല്ലാ കാര്യങ്ങളും അമ്മ എനിക്ക് സാധിച്ചു തരും. അമ്മയും തിരുമാനും ചെയ്തു തന്ന കോടാനുകോടി ഉപകാരങ്ങൾക്ക്, അത് അനുഗ്രഹങ്ങൾ കോടാനുകൂടി നന്ദി ഞാൻ ഈ സമയം പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മ എല്ലാവരും കൂട്ടുപിടിച്ച് അമ്മയുടെ മധ്യസ്ഥത യാചിച്ചാൽ അമ്മ ഒരിക്കലും തള്ളിക്കളയത്തില്ല. നമ്മൾ കാര്യങ്ങൾ മറന്നുപോയാലും പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ അവിടെ ഓർത്തു വെക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഇത്രത്തോളം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്ന ഒരു വാക്കിന് വേണ്ടി എൻ്റെ മോടെ കൈ ഞാൻ കൊടുക്കും. പരിശുദ്ധ അമ്മയും തിരുമാനും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയും. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജോളി ടോമി. ഞാൻ നീലീശ്വരം കരേറ്റമാതാ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഡിസംബർ 9-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇതിപ്പോൾ ഞാൻ 3ാമത്തെ സാക്ഷ്യമാണ് ഇവിടെ വന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ 17ാമത്തെ പ്രാവശ്യം പുതുക്കി ഉടമ്പടി. ഇപ്പോഴത്തെ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, ഞങ്ങൾക്കൊരു വീട് 22 വർഷമായിട്ടുള്ളൊരു വീടായിരുന്നു. അത് ഒന്ന് അധികം സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങൾക്കതൊന്ന് പുതുക്കി പണിയണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വഴിയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ലോണൊന്നും കിട്ടില്ലായിരുന്നു, കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനെന്നും ടെറസിൻ്റെ മുകളിൽ കയറി നിന്ന് പറയും, മാതാവിൻ്റെ ഉടമ്പടി ഒപ്പിട്ട് 2 മുറി പണിയാനുള്ള അനുഗ്രഹം തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു കസിൻ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു അവരുടെ ഒരു സ്ഥാപനം വെച്ചിട്ട് ഞങ്ങൾക്ക് ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അവരുടെ ഒരു സ്ഥാപനം വെച്ചിട്ട് ലോൺ ശരിയാക്കി തന്നു. ഞങ്ങൾ വീട്
ഞാൻ 2 മുറി വീടാണ് മാതാവിനോട് ചോദിച്ചത്. പക്ഷെ മാതാവ് അത് മൊത്തം മാറ്റി ഒരു കൊട്ടാരം പോലത്തെ വീട് ഞങ്ങൾക്ക് പണിത് തന്നു. ഇന്നലെയായിരുന്നു അതിൻ്റെ വെഞ്ചരിപ്പ്. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ചെവിയിലൊരു ചെറിയൊരു ഇതുപോലെ കുരു പോലെ വന്നു. അത് ഭയങ്കര വേദനയായിരുന്നു, എനിക്ക് നന്നായിട്ട് പഴുത്തു. അപ്പം എനിക്കൊരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. അവിടെ പോയി ഞാൻ ചോദിച്ചു എനിക്ക് എന്തെങ്കിലും മരുന്ന് ഇത് പരത്താനായിട്ട് കിട്ടുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഡോക്ടറെ കാണേണ്ട വരും, ആൻറ്റിബയോട്ടിക് മരുന്ന് കഴിക്കേണ്ട വരും, അല്ലാതെ മാറില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ എനിക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കാൻ മടിയായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം എല്ലാ ദിവസവും തൂക്കുമായിരുന്നു, പക്ഷെ എനിക്ക് വേദന കുറയുണ്ടായില്ല. അപ്പം അവിടെയുള്ളൊരു ചേട്ടൻ എന്നോട് പറഞ്ഞു അവരുടെ കൊച്ചിന് ഇങ്ങനെ കുരു വന്നപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം പുരട്ടി, അപ്പോൾ അത് പെട്ടെന്ന് മാറി എന്ന് പറഞ്ഞു. ഞാൻ ഈ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞ സാധനം ഞാനും വാങ്ങിച്ചു. എന്നിട്ട് ഞാനന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കണ സമയത്ത് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇന്നുകൂടെ ഈ വേദന മാറിയില്ലെങ്കിൽ ഞാൻ നാളെ എന്തായാലും ഉടമ്പടി ഞാൻ ഈ മരുന്ന് പരട്ടും അമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം ഞാൻ പ്രാർത്ഥന ചൊല്ലാൻ രാവിലെ ഇരിക്കുമ്പോൾ ഞാൻ ചെവിയിൽ തൊട്ട് നോക്കുമ്പം എൻ്റെ ആ വേദന പൂർണ്ണമായിട്ട് മാറി. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വീണ്ടും ആ സാധനം പൊടിഞ്ഞു പോയി, ഒരു കുഴപ്പമില്ലാതെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് മൈഗ്രെയിൻ തലവേദന ഒരു 30 വർഷമായിട്ടുണ്ടായിരുന്നു. ഞാനത് മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ പെയിൻ കില്ലർ എടുക്കേണ്ടി വരുമായിരുന്നു എനിക്ക്. ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോഴൊക്കെ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് തലവേദന വന്നേ അപ്പം തന്നെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം തൂത്ത് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് ആ വേദന ശരിക്കും ഒരുപാട് കുറഞ്ഞു. ഇപ്പം എനിക്ക് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തലവേദന വന്നാൽ പോലും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വേദന മാറുമായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഇവിടുന്ന് പത്രം എല്ലാ മാസവും ഞങ്ങളിവിടെ വരാറുണ്ട്. അപ്പോൾ എല്ലാ മാസവും വന്ന് പത്രം വാങ്ങിച്ച് ഞാൻ വീടുകളിൽ കൊണ്ടു കൊടുക്കും. പിന്നെ എനിക്കൊരു ഷോപ്പുണ്ടെന്ന് പറഞ്ഞില്ല, അവിടെ ഞാൻ കൊണ്ടുവച്ച് അവിടെ വരുന്നവർക്ക് ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു 5 പേർക്ക് പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. പിന്നെ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള അവിടെയുള്ള ഒരു കോൺവെൻറ്റിൽ പോയി അവർക്ക് ഇടയ്ക്ക് ഭക്ഷണം അതുപോലെ ഡ്രസ്സ് ഇതൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ തന്നെ ഒരു കൃപാസനം ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് വഴി ഞങ്ങളെല്ലാ മാസവും ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഓർഫനേജുകളിലും അതുപോലെ രോഗി സന്ദർശനമൊക്കെ നടത്തി ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് നൽകി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ആദ്യമൊന്നും ഞാനങ്ങനെ ബൈബിൾ എല്ലാ ദിവസവും ഒന്നും വായിക്കില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും ബൈബിൾ അരമണിക്കൂർ ചിലപ്പോൾ അതിൽ കൂടുതൽ വായിക്കും. പിന്നെ ഒരുപാട് സമയം പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അനുഗ്രഹവും പരിശുദ്ധ അമ്മ ഈശോ വഴി എനിക്ക് മേടിച്ചു തന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.